കലാ ലോകത്തേക്ക് കൂടുതൽ സജീവമാകുന്നത്. ചെറുപ്പം മുതൽ തന്നെ നാടകം. ആന്റണി, ഇപ്പം നമ്മളോടൊപ്പം ഹരീഷ് പേരാടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഹരീഷ് പേരാടി, നമുക്കറിയാം വളരെ ദുഃഖകരമായ വാർത്തയാണ് നിലവിൽ പുറത്തു വരുന്നത്. അപ്രതീക്ഷിതമായ വിയോഗം. നടൻ കലാഭവൻ നവാസ് അന്തരിച്ചു എന്ന വാർത്ത മലയാളികൾ ഏറെ ദുഃഖകരമായി തന്നെയാണ് ഈ വാർത്ത കാണുന്നത്. എന്താണ് പറയാനുള്ളത് അദ്ദേഹത്തിനെ കുറിച്ച്? വല്ലാത്ത സൗഹൃദമുള്ള ഒരാളായിരുന്നു. ഒരുപാട് ഈ വാർത്ത പെട്ടെന്ന് വല്ലാത്ത സങ്കടം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. സംസാരിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഒന്നിച്ച് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ദുബായിലും ഷാർജയിലും ഒക്കെ ആയിട്ട് ഒന്നിച്ച് കുറെ രാത്രികൾ കിടന്നുറങ്ങിയിരുന്നു. ഞങ്ങൾ നാടകം കളിക്കാനും മിമിക്രി കളിക്കാനും ഒന്നിച്ച് പോയതായിരുന്നു. ആ ഓർമ്മകളൊക്കെയാണ് അങ്ങനെ വരുന്നത്. ശരി, നന്ദി ശ്രീ ഹരീഷ് പേരടി. ഏറെ ദുഃഖകരമായ വാർത്തയാണ്. പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ്. എല്ലാ കലാകാരന്മാരുടെയും മാനസിക നില ഇതുപോലെ തന്നെ ആയിരിക്കും. ഈ അപ്രതീക്ഷിത വിയോഗം താങ്ങാവുന്നതിലപ്പുറമാണ്. ചോറ്റാനിക്കരയിലെ ഹോട്ടലിലാണ് നിലവിൽ അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടത്. ഷൂട്ടിംഗ് കഴിഞ്ഞ് മുറിയിൽ എത്തിയതായിരുന്നു അദ്ദേഹം. ചെക്കൗട്ടിന് ശേഷം അദ്ദേഹം ഇറങ്ങാത്തതിനെ തുടർന്നാണ് റൂമിലോട്ടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഹൃദയാഘാതമാവാം മരണകാരണമെന്നാണ് നിലവിൽ പുറത്തു വരുന്ന വിവരം. 51 വയസ്സായിരുന്നു അദ്ദേഹം. എന്നിരുന്നാലും ചെറുപ്പം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തി എന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തെ മലയാളികൾ വിശേഷിപ്പിച്ചത്. മലയാളി പ്രേക്ഷകരുടെ സ്വീകരണ മുറിയിൽ ചിരി നിറയ്ക്കുന്ന സാന്നിധ്യമായിരുന്നു കലാഭവൻ നവാസ്. ആ നിറ സാന്നിധ്യമാണ് ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. ആന്റണി ഉണ്ട് ഒപ്പം. ആന്റണി,